ഓക്കെ, മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂക്ക നായകനായി എത്തുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിൻ്റെ ആദ്യ ഹൗസ്ഫുൾ ഷോ എവിടെ എന്നുള്ള ചോദ്യമാണ്. അതെ, മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ഒരു സിനിമയ്ക്ക് വലിയ ചലനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇനി ഒരു ദിവസങ്ങളുടെ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇന്നലെ തന്നെ സിനിമയുടെ ഒരു ഷോ ഹൗസ്ഫുൾ ആയിരിക്കുന്നു. അത് എറണാകുളത്താണ് ആദ്യ ഹൗസ്ഫുൾ ഷോ എത്തിയിരിക്കുന്നത്, വനിതാ വിനീതയിൽ. അതിനു മുമ്പ് ഇടയ്ക്കൊരു കാര്യം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഇവിടെ ഡൊമിനിക്കിൻ്റെ അംഗം, ഇനി തുടർന്ന് അങ്ങോട്ട് ഡൊമിനിക് തരംഗത്തിലായിരിക്കും നമ്മളുണ്ടാവുക, കൂടെ ഉണ്ടാവണം. എന്തായാലും ഇവിടെ നമുക്ക് പറയാനുള്ളത്, ആദ്യ ഹൗസ്ഫുൾ ഷോ വനിതാ വിനീതയിലാണ് അടിച്ചിരിക്കുന്നത്. വളരെ വൈകിയാണ് വനിതാ വിനീതയിൽ സിനിമയുടെ ലിസ്റ്റിങ്, അല്ലെങ്കിൽ ബുക്ക് മൈ ഷോയിൽ സിനിമയുടെ ലിസ്റ്റിങ് ചാർട്ട് ചെയ്യപ്പെട്ടത്. രാവിലെ ഒരുപാട് നേരം കാത്തിരുന്നുവെങ്കിൽ ഇന്നലെ വൈകുന്നേരമായപ്പോഴാണ് സിനിമയുടെ ചാർട്ടിംഗ് ഒക്കെ വന്നത്. മിനിറ്റുകൾക്കുള്ളിലാണ് ആദ്യ ഷോ 9:30 ഷോ ഹൗസ്ഫുൾ അടിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. 2 മണിക്കൂറും 30 സെക്കൻഡുകൾക്ക് മുകളിൽ മാത്രമുള്ള ഈ ഒരു സിനിമ ചെറിയ ബഡ്ജറ്റിൽ വരികയും ചെറിയ ടൈമിൽ ചിത്രീകരിക്കുകയും ഒരു ഹൈപ്പും ഇല്ലാതെ, യാതൊരു പബ്ലിസിറ്റിയും ഇല്ലാതെ ഇറങ്ങുന്ന മമ്മൂട്ടി കമ്പനിയുടെ ചിത്രമാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ മമ്മൂട്ടി കമ്പനി ഒരു സിനിമ ഇറക്കുന്നത്. ഇവിടെ വനിതാ വിനീതയിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ 5ഓളം ഷോകൾ ഓൾമോസ്റ്റ് ഫുള്ളിലേക്ക് എത്തിയിരിക്കുന്നു. എറണാകുളത്ത് ലുലു മാളിൽ മറ്റൊരു ഓൾമോസ്റ്റ് ഫുള്ളുണ്ട്. ബാക്കി എല്ലായിടവും ഗ്രീൻ കളർ തന്നെയാണ് നമുക്ക് ഇന്നും കാണാനുള്ളത്. പക്ഷേ തൃശ്ശൂർ രാഗവുമായിട്ടുള്ള മത്സരമാണ് ഇവിടെ കടുപ്പം എന്ന് തന്നെ പറയാം. ആദ്യമായിട്ട് ഈ ഒരു സിനിമയുടെ ഷോ തുടങ്ങിയത് തൃശ്ശൂർ രാഗത്തിലാണെങ്കിൽ ആദ്യ ഹൗസ്ഫുൾ അടിച്ചത് വനിതാ വിനീതയിലായിരുന്നു എന്നുള്ളതാണ്. തൃശ്ശൂർ രാഗത്തിലെ ആദ്യ ഷോ ഓൾമോസ്റ്റ് ഫുള്ളിലേക്ക് എത്തിയിരിക്കുന്നു. 90% ആൾക്കാർ കയറി അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇനിയും നമുക്ക് തീപാറുന്ന ദിനങ്ങളായിരിക്കും. ഇന്ന് ചില ഇൻ്റർവ്യൂസൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് വേറെ ഒന്നുമല്ല, മികച്ച രീതിയിലാണ് ഈ ഒരു സിനിമ ഒരുക്കി വിട്ടിരിക്കുന്നതെന്ന് ഗൗതം മേനോൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ഒരു ചെറിയ സിനിമ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. ഒപ്പം മമ്മൂക്ക അതിനകത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പറയുന്നു അദ്ദേഹം. എന്തായാലും ടോട്ടലി ഈ ഒരു സിനിമ ഒരു ഡയറക്ടർ എന്ത് പ്രതീക്ഷിച്ചോ അത് തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹവും പറയുന്നത്. എന്തായാലും ഗംഭീരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു ദിവസം കഴിയുമ്പോൾ, ഇതുവരെ നമുക്കറിയാം വളരെ കുറഞ്ഞ തിയേറ്ററുകളിലാണ് ഈ സിനിമയുള്ളത്. ഇതുവരെയുള്ള ഷോ കൗണ്ടുകൾ നോക്കുമ്പോഴും വളരെ കുറവാണ്. ഒപ്പം ഇതിൻ്റെ ഹൗസ്ഫുള്ളോ അല്ലെങ്കിൽ റെഡ് അലേർട്ടോ ഒക്കെ വളരെ കുറഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ നാളെ ഈ ഒരു സിനിമയുടെ ആദ്യ ഷോ കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചുവപ്പ് മയമായിരിക്കും, ചെങ്കോട്ട പോലെ നിൽക്കുന്ന ഒരു കാര്യമായിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ, ബുക്ക് മൈ ഷോ ചുവന്ന് തുടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. സിനിമ കൊള്ളാമെങ്കിൽ അത് തന്നെയായിരിക്കും ഇവിടെ കാണാൻ പോകുന്നത്. ഏറെ പ്രതീക്ഷകളോടെ തന്നെ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒപ്പം സബ്സ്ക്രിപ്ഷൻ മറക്കരുത്. ഗ്രേറ്റ് മീഡിയാസ്.